بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والعاقبة للمتقين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ സമ്പന്നരായ വിദ്യാർത്ഥിനികളെ, നമ്മൾ ക്ലാസ്സുമായി മുന്നോട്ട് പോകുന്നു. ക്ലാസ്സിൽ ഇരുന്നാരും മുഷിഞ്ഞിട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം സ്വാതന്ത്ര്യമാണല്ലോ നമുക്ക്. ക്ലാസ്സിന് എഴുന്നേറ്റ് പോകാം, കേൾക്കാം. പക്ഷേ ഞാൻ പലപ്പോഴായി സൂചിപ്പിച്ചത് ആവർത്തിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലാസ്സിൽ ആണ് എന്ന ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മളത് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റേതായ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് ഈ കൂടി അതൊക്കെ നമുക്ക് ആവർത്തനമാവാം. പക്ഷെ നമ്മളെ ഒരു ഫസ്റ്റ് ക്ലാസ് കേൾക്കുമ്പോൾ അത് നമ്മൾ മുഴുവൻ ഒളു ചെയ്ത് നമ്മൾ പറ്റുകയാണെങ്കിൽ വസ്ത്രമൊക്കെ ധരിച്ച് ഖിബിലക്ക് മുന്നിട്ടിരിക്കാൻ പറ്റുന്ന സന്ദർഭത്തിന് അങ്ങനെയൊക്കെ ചെയ്ത് ആ ഒരു ഫീലിങ്ങിൽ കേൾക്കുമ്പോൾ അതിനൊരു വേറെ തന്നെ എഫക്റ്റ് ഉണ്ട്. നമുക്കൊരു പക്ഷേ ഒരുപാട് സുവർണ അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ഇൽമിൻ്റെ സദസ്സാണ്, ഇൽമാണല്ലോ എന്തായിരുന്നു നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഫീലിങ്ങോട് കൂടി നമ്മൾ മാനസികമായി വളരാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ അപ്പോൾ അത്. അപ്പോൾ അത് നമ്മൾ ശാരീരികമായി കൂടി തയ്യാറാവണം. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിപ്പോൾ 7ാമത്തെ ബ്ലോക്കിലാണുള്ളത്. ആരും ബ്ലോക്കായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞിങ്ങനെ വെച്ച ഒരു രീതിയിൽ നിന്ന് 1-2 ക്ലാസ്സായിട്ട് നമ്മൾ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വിഷയം അങ്ങനെയാണിപ്പോൾ, അല്ലേ? ഇപ്പം നമ്മൾ മുഹറബും അബിനി പറഞ്ഞു, അതിന് തൊട്ട് മുമ്പ് മുഅത്തല്ലിൽ ആഖിറിൽ അസഹിൽ ആഖിർ പറഞ്ഞു, മുഹറം അബിനി പറഞ്ഞു. അപ്പോൾ ഏറാബൊന്നും തൽക്കാലം ഇപ്പോൾ നമുക്കിവിടെ വരുന്നില്ല. നമ്മൾ വേറെ വിഷയത്തിലേക്ക് നമുക്ക് ആവശ്യമുണ്ടായത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. മനസ്സിലായോ? വിഷയം ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അത്ര ആവശ്യം ഉണ്ടാവില്ല, മുഹറം അബിനി. എന്നാൽ നമുക്കത് പറയേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മുഹറബും അബിനി, അല്ലേ? കലിമത്തുകൾ മുഹറബായ കലിമത്തും ഉണ്ടാവും, അബിനിയായ കലിമത്തും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓർമ്മ ഉണ്ടോ? ഓക്കെ. അതിൽ നമ്മൾ മബിനി ആയിട്ടേ വരുന്ന കലിമത്തുകൾ, അല്ലേ, ഹർഫുകളൊക്കെ മബിനിയാണെന്ന് പറഞ്ഞു. ഫീലിലെ അമ്ര്, അതുപോലെ തന്നെ മാലി, ഇതൊക്കെ മബിനിയാണെന്ന് പറഞ്ഞു, അല്ലേ? എവിടെ വരികയാണെങ്കിലും ഒരുപോലെയാണ് ഉപയോഗിക്കുക സെൻറ്റൻസിൽ. മറ്റുള്ള ഇപ്പോൾ മുലാരിയായ ഫീലും അതുപോലെ തന്നെ ഇസ്മ്, മുത്തമക്കനായ ഇസ്മ എന്ന് പറയും. അതായത് മൊത്തത്തിൽ ഇസ്മ. അതിൽ ചെറിയ ന്യൂനപക്ഷം രണ്ടിലും എന്തുണ്ട്, നമുക്ക് മബിനിയാവും എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ വരും. മൊത്തത്തിൽ മാറബാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ വിഷയം അതാണ്, ഏറാബാണ്. അപ്പോൾ അതിന് തുടർന്നിട്ടാണ് നമ്മൾ വിഷയങ്ങൾ കൊണ്ടുപോവുക. ഏതായിരുന്നാലും ഇനി നമ്മൾ പറയാനിരിക്കുന്ന പാഠം അൻവാഉൽ ബിനാ എന്ന് പറയും. മബിനിയുടെ വിഭാഗം വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഒരിക്കൽ ഞാൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഫതഹ്, കസ്ർ, ലമ്മ്, സുക്കൂൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ചിലതിനെന്തുണ്ടാവും, ചില പദത്തിന് ഫതഹായിരിക്കും അവസാനം, ചിലതിന് കസ്റായിരിക്കും, ചിലതിന് ലമ്മായിരിക്കും, ചിലതിന് സുക്കൂനായിരിക്കും. അതന്നെയാണ് ബിനാഇൻ്റെ വിഭാഗങ്ങൾ, മബിനിയുടെ വിഭാഗങ്ങൾ, അൻവാഉൽ ബിനാ. അപ്പോൾ ഫതഹുള്ളതിന് ഫതഹിൻ്റെ മബിനി എന്ന് പറയുന്നു, കസ്റുള്ളതിന് കസ്റിൻ്റെ മേൽ മബിനി എന്ന് പറയുന്നു, ലമ്മാണെങ്കിൽ ലമ്മിൻ്റെ മേൽ മബിനി എന്ന് പറയുന്നു, സുക്കൂനാണെങ്കിൽ സുക്കൂനിൻ്റെ മേൽ മബിനി എന്ന് പറയുന്നു. ക്ലാസ് അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ പാഠത്തിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുറച്ച് മുമ്പ് നമ്മളിത് ജർറി നസ്ബൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ നമ്മളത് സൂചിപ്പിക്കുകയാണ്. ഇതിപ്പോൾ എന്താ അതിൽ കാണുന്നത്, അല്ലേ? ബോർഡിൽ നിങ്ങൾ കാണാം. എന്താണത്? ഫതഹ്, അതോ കസ്ർ, അല്ലേ? ലമ്മ്, സുക്കൂൻ. അതെല്ലാവർക്കും പറയണതാണ്. ഞാൻ എൻ്റേതായ രീതിയിലൊരു കാരണം പറഞ്ഞിരുന്നു. ഫതഹ്, അല്ലേ, ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലായിരിക്കും കസ്ർ, തകർന്നാൽ ഇൻകസർ, അല്ലേ, താഴെയായിരിക്കും. അപ്പോൾ കസ്ർ, ലമ്മ എഴുതും, അല്ലേ, ചേർത്ത് വെക്കുക. ലമ്മ എന്ന് പറയാം, സക്കന അടങ്ങുക, സുക്കൂനാകുക. വേറെ പല വിശദീകരണങ്ങളുണ്ട്. ഞാൻ
എൻ്റേതായ രീതിയിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കാം. നമുക്കറിയുന്നതാണ് അല്ലേ. ഫത്തഹ കസ്ർ ദമ്മ സുക്കൂൻ ഇതന്നെയാണ് മബിനി. ജർറ് നസ്ബ് റഫ് ജസ്മ് എന്നൊക്കെയുള്ള മുഅറബിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക സ്വരങ്ങളാണ് അല്ലെങ്കിൽ സാങ്കേതിക ശബ്ദങ്ങളാണ്. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അൻവാഉൽ ബിനാ മബിനിയുടെ നോവുകൾ ആണ്. പിന്നെ ഖായിദ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായപ്പോൾ നമുക്ക് വായിച്ചു പോകാവുന്നുള്ളൂ. വേറെ ഇതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ കാര്യമായിട്ട് ചെയ്യുവാണ്. എന്താണ് ഖായിദയിൽ പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ അറബിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. അൽ അഹ്വാലുല്ലത്തി തുലാസിമു അവാഖിറൽ കലിമാത്തിൽ മബിനിയ്യ അർബഉൻ. മബിനിയായ പദങ്ങളുടെ അവസാനത്തിൽ നിർബന്ധമായും വരുന്ന അവസ്ഥകൾ. അൽ അഹ്വാലുല്ലത്തി തുലാസിമു ലാസിമ യുലാസിമു പറഞ്ഞാൽ ലാസിം കേട്ടില്ലേ. അവാഖിറൽ കലിമാത്തിൽ മബിനി അർബഉൻ 4 പിന്നെ അവസ്ഥകളാണ്. മബിനിയായ കലിമത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. മുഅറബല്ലാത്ത മബിനി 3 വിഭാഗം എപ്പോഴും മബിനിയാവുമെന്ന് അറിയില്ലേ. ഓക്കെ, അതിൻ്റെയും മറ്റേലും മബിനി ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അവസാനത്തിൽ വരുന്ന നിർബന്ധമായും ഉണ്ടാകുന്ന അവസ്ഥകൾ. 4 അവസ്ഥകളാണ്. ഏതൊക്കെയാണ്? സുക്കൂന്, ഫതഹ്, ലമ്മ്, കസ്ർ. ഇതിനെന്ത് പറയുന്നു? അൻവാഉൽ ബിനാ. അപ്പോൾ ചുരുക്കത്തിൽ ഫതഹ്, കസ്ർ, ലമ്മ്, സുക്കൂന് അതാണ് അൻവാഉൽ ബിനാ. അതും മബിനിയായ പദങ്ങളുടെ അവസാനത്തിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെന്ത് പറയുന്നു? ഫതഹിൻ്റെ മബിനി, കസ്റിൻ്റെ മബിനി, ലമ്മിൻ്റെ മബിനി, സുക്കൂൻ്റെ മബിനി എന്ന് പറയുന്നു. സുക്കൂനാണ് എപ്പോഴും അതിൻ്റെ അവസാനത്തിൽ നിർബന്ധമായി വരുന്നത്, അല്ലെങ്കിൽ ഫതഹ്, അല്ലെങ്കിൽ ലമ്മ്, അല്ലെങ്കിൽ കസ്ർ. അങ്ങനെ വരുമ്പോൾ യുഖാലു ഇന്നഹ മബനിയത്തുൽ സുക്കൂന മബിനി എന്ന് പറയുമ്പോൾ എപ്പോൾ അവസാനം സുക്കൂന് നിർബന്ധമായി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ലമ്മിൻ്റെ മബിനി എന്ന് പറയുന്നു, അവിൽ കസ്ർ അല്ലെങ്കിൽ കസ്റിൻ്റെ മബിനി എന്ന് പറയുന്നു. യുഖാലു ഇന്നഹ മബനിയത്തുൻ അല സുക്കൂനി അവിൽ ഫതഹി അവിൽ ലമ്മി അവിൽ കസ്രി. കണ്ടങ്ങൾ. അപ്പോൾ സുക്കൂൻ്റെ മേലാണ് മബിനി എങ്കിൽ സുക്കൂനി എന്ന് പറയുന്നു, ലമ്മിൻ്റെ മേലാണ് ലമ്മ് എന്ന് പറയുന്നു, കസ്റിൻ്റെ മേലാണ് കസ്ർ എന്ന് പറയുന്നു. ഏതാണോ അവിടെ ഉള്ളത് അതന്നെ. സംഭവം ഒന്നുമില്ല, നേരത്തെ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ കം അല്ലേ, ഐന എന്താണ് അവസാനം? ഫതഹാൻ. അപ്പോൾ ഫതഹിൻ്റെ മബിനി. ലറബ മാദിയായ ഫീൽ ഫതഹിൻ്റെ ഫതഹ. ഇൽദിരിബ് സുക്കൂനാൻ. അപ്പോൾ സുക്കൂൻ്റെ മബിനി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതാണ് ഇത് മനസ്സിലാക്കേണ്ട. ഫതഹ്, കസ്ർ, ലമ്മ്, സുക്കൂൻ, മബിനിയുടെ നൗഉകൾ അതുള്ളൂ. അത് ഏതാണ് അവസാനത്തിലുള്ളത് അതിന് എന്ത് മേലും മബിനി എന്ന് അതിനെന്ത് ചെയ്യുന്നു പറയുന്നു എന്ന ഒരു സാങ്കേതികമായ വിഷയം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഉദാഹരണങ്ങളിലേക്ക് വരിക. കം ജവാദൻ ഫിൽ മൈദാൻ. ജവാദ് എന്ന് പറഞ്ഞാൽ കുതിരയാണ്. നല്ല ഐറ്റം കുതിര എന്ന് കൂട്ടിക്കോളി. കം ജവാദൻ ഫിൽ മൈദാൻ. ഗ്രൗണ്ടിൽ എത്ര കുതിരകളാണ്? കം ജവാദൻ. കം എന്താണ്? സുക്കൂൻ്റെ മബിനിയാണ്. ബിക്കം. കാരണം ജെറിൻ്റെ അർഫ് ഉണ്ടായിട്ടും അവിടെ എന്ത് ചെയ്തു? ബിക്കം എന്ന് വന്നു അല്ലേ. ബിക്കമി എന്ന് വന്നിട്ടില്ല, ജെറി ചെയ്തിട്ടില്ലല്ലോ. അതാണ് മബിനി. അപ്പോൾ സുക്കൂൻ്റെ മബിനി. ബിക്കം ഇഷ്തറൈത്ത സാഹത്തൊക്കെ നിങ്ങളുടെ സാഹത്ത് വാച്ച് എത്രക്കാണ് വാങ്ങിയത്? കം തായിദ് വലാ തഫി വായതയായതു. കം തായിദു നിങ്ങൾ എത്രയാണ് വാഗ്ദാനം ചെയ്യുന്നത്? വലാ തഫി നിങ്ങളെന്താ? വാഫി നിങ്ങൾ പൂർത്തിയാക്കി വീട്ടൊന്നുമില്ല. നിങ്ങളിങ്ങനെ വാഗ്ദാനം ചെയ്ത് പോവുകയാണ്. നേരം എത്ര നിങ്ങൾ വാഗ്ദാനം ചെയ്യാൻ നിങ്ങൾ പൂർത്തിയാക്കി വീട്ടുന്നില്ലല്ലോ. കം കണ്ടങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ ബാ വന്നു, കം ആദ്യത്തിൽ മറ്റുള്ളവരത്തൊക്കെ വന്നു. അപ്പോഴൊക്കെ എന്താണ്? സുക്കൂനാണ്. ചുരുക്കത്തിൽ സുക്കൂൻ്റെ മബിനി. അതിനാണ് മബിനി എന്ന് പറയുക. എഴുത്തതല മാദിയായ ഫീല് മബിനിയാണെന്ന് പറഞ്ഞില്ലേ. എഴുത്തതൽ ജവു ആകാശം എന്തായി? ശാന്തമായി. എഴുത്തതല മാദിയായ ഫീല് ഫതഹാൻ. ഹൽ എഴുത്തതൽ ജവു അന്തരീക്ഷം ശാന്തമായോ? ഹൽ അവിടെ വന്നു, മാറ്റമില്ല. എഴുത്തതൽക്കൊരു മാറ്റം ഉണ്ടാവില്ല. അൽ ജവു ഖദ് ഇഅ്തദല കണ്ടോ. അപ്പോൾ അവസാനത്തില വന്നത് എഴുത്തതല. അന്തരീക്ഷം എന്ത് ചെയ്തു? എന്തായിരുന്നാലും ശാന്തമായിട്ടുണ്ട്, പക്ഷേ ശാന്തമായിരിക്കുന്നു. എന്തില്ല? അതിന് ഫീലിൽ ഒരു മാറ്റവുമില്ല, അഥവാ അവസാനത്തിൽ മാറ്റമില്ല. അതുകൊണ്ട് മബിനിയായി. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഫതഹിൻ്റെ മബിനിയാണ് ഇത്. മറ്റേതെന്താണ്? സുക്കൂൻ്റെ മേൽ മബിനിയാകുന്നു. അടുത്തത് ഖിഫ് ഹൈസു അൻത. നീ എവിടെയാണോ അവിടെ നിൽക്ക്. ഹൈസുവിനെ പറ്റി നമ്മൾ പഠിക്കും. അത് ഹർഫ് നമുക്ക് പറഞ്ഞുകൂടാ, പക്ഷേ അങ്ങനത്തെ ചിലതുണ്ട്, ചില ഇസ്മുകളൊക്കെ ഉണ്ട്, ഹർഫുകളും മറ്റൊക്കെ ഉണ്ട്, നമ്മൾ പഠിക്കും. ഖിഫ് അമ്ര ഫീലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ലമ്മിൻ്റെ മബിനിയെക്കുറിച്ചാണ് പറയുന്നത്. ഹൈസു അൻത. പിന്നെ സിർ ഇലാ ഹൈസു ഷിത. നീ എവിടേക്കാണോ ഉദ്ദേശിച്ചത് അങ്ങോട്ട് നീ പോവൂ. സിർ നീ പോവൂ. ഇല ഹൈസു കണ്ട. ഇല വന്നപ്പോഴും ഹൈസു. അപ്പോൾ ഹൈസു എപ്പോഴും ലമ്മിൻ്റെ മബിനിയാണ്. അപ്പോൾ നമുക്ക് സംശയമുണ്ട്, അങ്ങനെ ഫീലുകൾ അറഫുകളോ അല്ലാത്തതും അങ്ങനത്തെ ഫീലുകളല്ല, അങ്ങനത്തെ കലിമത്തുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇസ്മുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും? അത് നമ്മൾ ആ വിഷയവുമായി ഭാഷയുമായി അടുത്തിടപഴകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്ന അത്രയേ ഉള്ളൂ. അതേ അതിനുള്ള വഴിയുള്ളൂ. അത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണാൻ പഠിക്കേണ്ടതൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ്. തുഖീമു ഹൈസു യത്തീബുൽ ഹവ. നല്ല അന്തരീക്ഷം, നല്ല വായു ഉള്ളയിടത്ത്, ഹവാന വായു ഉള്ളയിടത്ത് എന്ത് ചെയ്യുന്നു? ത്വാബ യത്തീബ് പറഞ്ഞാൽ നന്നാവുക, നല്ല രീതിയിലാവുക. ഇടത്ത് നീ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. ഇടം എവിടെ? ആ ഇടം അതിനാണ് ഹൈസു എന്ന് ഉപയോഗിക്കുക. ഇഫ് നീ നിന്നോ ഹൈസു എന്താ? നീ എവിടെയാണോ അവിടെ നിന്നോ. ചുരുക്കത്തിൽ ഹൈസു എന്തായി?
എല്ലാ സന്ദർഭത്തിലും ഒരുപോലെ ഉപയോഗിച്ചു. നമ്മുടെ വിഷയം അതല്ല. മബിനി അവിടെ എന്താണ്? ലമ്മിൻ്റെ മേൽ മബിനിയാവുന്നു. ഇനി അംസിയാണ്. അംസി കസറിൻ്റെ മേൽ മബിനിയാണ്. കാന അംസി ഇന്നലെ എന്ന് പറയില്ലേ, അപ്പോൾ അംസു അംസ എന്ന് പറയില്ല. കാന അംസി ഇന്നലെയായിരുന്നു. ഷദീദൽ ഹരി ഭയങ്കര ചൂടായിരുന്നു. കാന നമ്മൾ പഠിച്ചു പോയി. കാൻ്റെ ഇസ്മിന് എന്താണ്? റഫ്ആണ്, ഖബർ നസ്ബാണ്. ഇവിടെ കാനയുടെ ഖബർ ഏതാണ്? ഷദീദയാണ് അല്ലേ? അതെ. അപ്പോൾ കാൻ്റെ ഇസ്മ എന്താണ്? കാന അംസി ഷദീദൽ ഹരി. അപ്പോൾ ഇസ്മ എന്താണ്? അംസിയാണ്. പക്ഷേ അവിടെ എന്തില്ല? അംസു എന്ന് പറയില്ല. അത് കസറിൻ്റെ മേൽ മബിനിയാവുന്നു. ഷദീദ് പിന്നെ ഓക്കെയാണ്, നസ്ബാണ്. സുഹൃത്തുൽ അഹ്റാം അംസി കണ്ടോ, ഇന്നലെ ഞാൻ എന്ത് ചെയ്തു? അഹ്റാം പിരമിഡുകൾ ഞാൻ സന്ദർശിച്ചു. അംസി ഇന്നലെ. കസ്റാൻ കസറിൻ്റെ മബിനി. ദഹബത്തു അംസി ഇന്നലെ ഞാൻ പോയി. ഖൽഅ കോട്ടയിലേക്ക്. ഖൽഅ എന്ന് പറഞ്ഞാൽ കോട്ട. കോട്ടയിലേക്ക് എന്ത് ചെയ്തു? ഇന്നലെ ഞാൻ പോയി. മാറ്റല്ല, കസറിൻ്റെ മേൽ മബിനി. അപ്പോൾ കസറിൻ്റെ മേൽ മബിനി, ചിലത് ലമ്മിൻ്റെ മേൽ മബിനി, ലമ്മായി അപ്പോൾ ലമ്മിൻ്റെ മേൽ മബിനി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല. അൻവാഉൽ ബിനാ ഫതഹ് കസ്ർ ലമ്മ് സുക്കൂൻ നമുക്കറിയാവുന്നതാണ്. അത് അവസാനം ഏതെങ്കിലും ഒന്നിൻ്റെ ഒന്നായിരിക്കും. അത് അങ്ങനെ ഉപയോഗിക്കുള്ളൂ. അതാണ് മബിനി. അപ്പോൾ അവിടെ കസ്റാണോ ഫതഹാണോ ലമ്മാണോ ഏതാണ് അവിടെ എങ്കിൽ അത് ഒരു സ്ഥലത്ത് വന്നു എന്ന് കൂടെ അത് മാറൂല. അത് ഏതാണോ എങ്കിൽ അതിൻ്റെ മേൽ മബിനി എന്ന് പറയുന്നു. ഫതഹാണെങ്കിൽ ഫതഹ്, കസ്റാണെങ്കിൽ കസ്ർ, ലമ്മാണെങ്കിൽ ലമ്മ്. അത്രയേ ഉള്ളൂ. ഏതായിരുന്നാലും വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിളായ പാഠമാണ് ഇത്. സത്യത്തിൽ ഒരു ക്ലാസ്സിനില്ല, എന്നാലും നമുക്ക് ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇത് പിന്നെ ചില ക്ലാസ് കുറച്ച് ദൈർഘ്യം കൂടുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടിയും ആണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഒതുക്കുന്നത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും നന്നായി പഠിക്കുക. വിഷയങ്ങളൊക്കെ എന്തായിരുന്നാലും മനസ്സിലാക്കി ഉൾക്കൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറായി വരിക. വീണ്ടും നമുക്ക് തുടരാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.